നമ്മളുടെ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കോർഡിനേറ്റർ ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനോട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണ മികവ് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല, എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ജർമ്മനി പ്രതിഷേധം അറിയിച്ചു, അമേരിക്ക പ്രതിഷേധം അറിയിച്ചു, അതിനുശേഷം UN കൗൺസില് പ്രതിഷേധം അറിയിച്ചു. ഇവരോടെല്ലാം നരേന്ദ്രമോദിക്ക് പറയാനുള്ളത് ഇന്ത്യ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ്. അതാണ് ഏകാധിപത്യപരമായ ഭരണം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആ സാറ് പറഞ്ഞതുപോലെ ഈ ഇലക്ഷന് ഈ മോഡിയും സംഘത്തെയും ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാത്ത പക്ഷം നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ നിവാസികളെ നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, ഹിന്ദുക്കള് ഇവരെല്ലാവരും വളരെ സൗഹൃദത്തോട് കഴിയുന്ന ഈ നാട്ടില് നാളെ ഒരു നല്ല സൗഹൃദത്തിന് ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളും കൂടി ശ്രീ മോഡി നശിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളെല്ലാം അദ്ദേഹം ഒഴുക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CAA. മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ വിദേശ രാജ്യത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെ തഴയുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. കേജ്രിവാള് ഡൽഹിയിൽ ചാർജ് എടുക്കുന്ന സമയത്ത് കടത്തിൽ പോയിരുന്ന ഡൽഹി ഗവൺമെന്റ് ഇപ്പം മിച്ച ബഡ്ജറ്റായി അത് ലാഭകരമായി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഈ ഗവൺമെന്റ് ലാഭകരമായി മുമ്പോട്ട് പോകുന്നതിനോടൊപ്പം ജനങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 200 യൂണിറ്റ് കറണ്ട്, 20,000 ലിറ്റർ വെള്ളം, സ്ത്രീ ജനങ്ങൾക്ക് ബസ്സിൽ യാത്രാക്കൂലി സൗജന്യം. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു രോഗിക്ക് മാരകമായ അസുഖം വന്നാൽ 40 ലക്ഷം രൂപ വരെ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്ത് ആ രോഗിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും. നമ്മുടെ നാട്ടില് ഒരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും ബോർഡ് കാണാറുണ്ട്, ഇന്ന വീട്ടിലെ ഇന്ന ആൾക്ക് കിഡ്നി പോയിരിക്കുവാണ്, അതിന് വലിയൊരു തുക വരും, അക്കൗണ്ട് നമ്പർ ഇതാണ്, നിങ്ങൾ സഹായിക്കണം. എത്ര തുക അതുവഴി സംഭരിക്കാൻ സാധിക്കും, എത്ര ആളുകൾ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും? ഡൽഹിയിലെ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് ചികിത്സാ ചെലവിന് ഗവൺമെന്റ് നൽകിക്കൊള്ളും. ഇങ്ങനെയുള്ള അതിന്റെ ഒരു വിശദീകരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സിംഗപ്പൂര് ഗവൺമെന്റ് കേജ്രിവാളിനെ ആ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും കേജ്രിവാൾ അതിന്റെ പെർമിഷന് വേണ്ടി ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ മോഡി ഇത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പൊ മോഡിക്കറിയാം ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കാളും വലിയൊരു ത്രട്ടായി നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഏത് രീതിയിലും തകർക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വേച്ഛാധിപത്യപരമായ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ സ്വേച്ഛാധിപത്യ ഭരണം വരുമ്പോഴാണ് നമ്മൾ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ രുചി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തവണയെങ്കിലും, കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി, അടുത്ത ഒരു ഭരണത്തിൽ നിന്ന് മോഡിയെയും സംഘത്തിനെയും ഒഴിവാക്കി ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ ആളുകളെ അധികാരത്തിൽ എത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഇന്ന് ഈ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ശ്രീ ജോണി സ്റ്റീഫന്, ഉഴവൂരെ എല്ലാ ആം ആദ്മി സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.